എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാൻ ഈ ഇടയ്ക്ക് പറയാറില്ലേ ചാലക്കുടിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ങാതിമാരാണെന്ന്. അപ്പോൾ അത് അങ്ങനെ ഒരു ചങ്ങാതിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഇത് വിയാർപുരത്ത് ആണ് ഈ ചേട്ടൻ്റെ വീട്. സിജു എന്നാണ് പേര്. ഈ ചേട്ടൻ നമ്മുടെ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയാണ്. ഈ ചേട്ടൻ എങ്ങനെയാണ് ചങ്ങാതിയായേ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായിട്ട് ഒരു നന്മ ചെയ്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശുചീകരണ തൊഴിലാളിയുടെ ചേട്ടൻ ജോലിയെല്ലാം കഴിഞ്ഞ് ഈ ചേട്ടൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ചേട്ടൻ്റെ മൊബൈൽ ഫോണിലേക്ക് 2,40,000 രൂപ ഗൂഗിൾ പേ ആയിട്ട് വന്നേക്കണം. ആയിട്ടും ചേട്ടനെ അറിയിച്ചു. അത് കഴിഞ്ഞ് ഇവിടുത്തെ കൗൺസിലർമാരെ അറിയിച്ചു. എന്തായിരുന്നാലും ആ പണം തിരിച്ചു കൊടുക്കാനായിട്ട് ആ ചേട്ടൻ തീരുമാനിച്ചു. ബാങ്കിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. ഫോണിലൂടെ ആ പൈസ തെറ്റായിട്ട് അയച്ച ആളുകളെ വിളിച്ചു. അവർ ഒറീസയിലുള്ളവരാണ്. ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ടി പണം വേറൊരാൾക്ക് കൊടുത്തപ്പോൾ അത് മാറിപ്പോയതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഈ കെട്ടകാലമാണെന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. ഈ കെട്ടകാലത്തും എൻ്റേതല്ലാത്ത സംഭവം വന്നു ചേർന്നപ്പോൾ അതിൻ്റെ ഉടമയ്ക്ക് തന്നെ തിരിച്ചേൽപ്പിക്കാം എന്ന് കരുതിയെടുത്താണ് യഥാർത്ഥ ചങ്ങാതിയായിട്ട് സിജു എന്ന് പറഞ്ഞ ചേട്ടൻ മാറിയത്. നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലെ പണമോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വഴി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതിനൊരു പ്രചോദനമായ ഈ സിജു ചേട്ടനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. ഉള്ള ജോലിയും അതിൻ്റെ ഉപജീവനം കൊണ്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന സിജു ചേട്ടൻ്റെ ഈ നന്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സിജു ചേട്ടനോട് ചോദിച്ചറിയാം. ഇപ്പോൾ ചാലക്കുടി മുനിസിപ്പാലിറ്റി ശുചീകരണ തൊഴിലാളിയാണ്. ജോലി കഴിഞ്ഞ് 2 മണിക്ക് ശേഷം വീട്ടിലെത്തിയപ്പോൾ മൊബൈലിൽ മെസ്സേജ് കണ്ടു. 40 വെച്ചിട്ട് മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ എടുത്തു നോക്കി. അതിന് നേരെ എനിക്ക് പൈസ അങ്ങനെ അയക്കാനായിട്ട് ആരാവില്ല. അപ്പോൾ അങ്ങനെ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ബാങ്കിൽ പോയി അന്വേഷിക്കുക, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ നേരെ ഓഫീസിൽ വന്നപ്പോൾ ഷിബ് ചേട്ടൻ ഉണ്ടായിരുന്നു. നമ്മുടെ വാർഡ് കൗൺസിലർ ഷിബ് ചേട്ടൻ, ആലിസേജി, ഹെൽത്ത് ചെയർമാൻ ദീപ് ചേട്ടൻ, അവരെയൊക്കെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് ബാങ്കിൽ പോയി കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരെ ബാങ്കിൽ ചെന്ന്. ഏത് ബാങ്കാണ്? SBI ബാങ്ക്. SBI. അപ്പോൾ ബാങ്കിൽ ചെന്നിട്ട് അവർ ബാങ്കിൽ ഞാൻ കാര്യം പറഞ്ഞു. അവർ ഈ ഗൂഗിൾ പേ വഴി അയച്ച നമ്പറിലേക്ക് അവർ തിരിച്ച് വിളിച്ച് അവർ കാര്യം അന്വേഷിച്ചപ്പോൾ അവർക്ക് തെറ്റിയതായിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ പറഞ്ഞ് കറക്റ്റ് നമ്പറിൽ അയച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സാറ് പറഞ്ഞു നമ്പർ തെറ്റിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ക്യാഷ് കിട്ടിയതെന്ന് പറഞ്ഞു. എന്നിട്ട് ബാങ്കിൽ നിന്ന് തന്നെ അവർ പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കി. അതിനുശേഷം അവരുടെ അടുത്ത് പറഞ്ഞു അവിടുത്തെ ബ്രാഞ്ചിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അവരവിടെ ബാങ്കിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്ത് അവരെ ഓഫീസിലേക്ക് വീണ്ടും തിരിച്ച് വിളിച്ച്. പിന്നെ ഇന്നലെ എവിടെ ഉള്ളവരാണ് അവർ ഒറീസക്കാരാണ്. മകളുടെ വിവാഹാവശ്യത്തിന് വേണ്ടിയിട്ട് കരുതിയ പൈസ തെറ്റ് അയച്ചതാണ്. തെറ്റ് വേറെ ആർക്കും അയച്ചപ്പോൾ അത് എനിക്ക് വന്നു. പിന്നെ അവർക്ക് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസ് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ അയച്ച് തന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ഇനി മുടക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ തിങ്കളാഴ്ച അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റി അവർക്ക് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച ഇനി പറ്റുള്ളൂ. അപ്പോൾ ചൊവ്വാഴ്ച എന്തായാലും നമ്മളത് തിരിച്ചയക്കും. എനിക്ക് മുന്നേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു 7ലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് വഴിയിൽ നിന്ന് 1.5 പവൻ്റെ മാല തിരിച്ച് കിട്ടി. അത് വർഷം ഇപ്പോൾ ഒരു എത്ര വർഷമുണ്ടോ? 10-25 വർഷം അതിന് മേലെ. അപ്പോൾ ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ അച്ഛനെ അമ്മേനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് അർഹതപ്പെട്ടതല്ല, നമ്മൾ തിരിച്ചറിയുന്നു. ഞാനത് അപ്പോൾ തന്നെ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആ റൂട്ടിൽ വരുന്ന വഴിയിലെല്ലാവരും പറഞ്ഞു ഇങ്ങനെ സംഭവം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അവർക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉടമസ്ഥ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെയായിരുന്നു. നമ്മളത് തിരിച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മളെ പഠിപ്പിച്ചത് ആരുടെയും ഒരു ആവശ്യമില്ലാത്തൊരു മുതൽ നമുക്ക് വേണ്ട. നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കാം. ചിലപ്പോൾ നമ്മൾ പട്ടിണിയായിരിക്കാം, എന്നാലും സന്തോഷത്തോടുകൂടി ജീവിക്കുക. നമ്മുടെ അച്ഛനമ്മയെ നമ്മളങ്ങനെ പഠിപ്പിച്ചു. ഒരു സന്തോഷമാണ് നമ്മുടെ വീട്ടിലാണ് നമുക്കത്. ഇതിപ്പോൾ അവരെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും വളരെ സന്തോഷമായിട്ടുണ്ടാവില്ലേ? അവർക്കും വളരെ സന്തോഷമായിട്ടുണ്ട്. അവർ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ആൾ ഒരു രോഗിയാണ് ഈ പൈസ അയച്ച ആൾ. അത് മാനസികമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പേടി എന്നെ തിരിച്ച് കിട്ടുമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പേടിക്കേണ്ട, അത് തിരിച്ച് കിട്ടും. എന്തായാലും ഇനി ചൊവ്വാഴ്ച എന്തായാലും നമുക്ക് തിരിച്ച് അയക്കണം. നമ്മൾ ജോലി സംബന്ധമായി വന്നാലും നമ്മളത് എന്തായാലും തിരിച്ച് അയക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചാലക്കുടിക്കാരുടെ പേര് പ്രശസ്തിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള നാട്ടുകാർ തീർച്ചയായിട്ടും ചാലക്കുടിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിലയിരുത്തലുണ്ടാവും. അപ്പോൾ ഈ ചേട്ടൻ ഇതിപ്പോൾ ഇന്ന് ഈ സംഭവം മാത്രമല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ചേട്ടന് മാല കിട്ടിയിട്ടും ഈ ചേട്ടൻ കൃത്യമായി തന്നെ അത്
ആരുടെയാണോ ആ അവകാശിക്ക് തിരിച്ചേൽപ്പിച്ചൊരു അനുഭവം കൂടി പങ്കുവച്ചു. എന്തായിരുന്നാലും ഇങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ നടന്നു പോകുന്ന വഴികളിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലും വിയർപ്പിലും ഉണ്ടാക്കിയ സ്വത്തും പണവും സ്വർണവും ഒക്കെ തന്നെ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അത് നമ്മുടേതല്ല എന്നുള്ള നമ്മുടെ മനസാക്ഷിയുടെ വിളി ശ്രവിക്കാനും അത് തിരിച്ചു കൊടുക്കാനുമുള്ള വലിയ പ്രചോദനമാവട്ടെ ഈ ചാലക്കുടിയിലെ വിയാർപുരംകാരൻ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ഈ സുജിച്ചേട്ടൻ്റെ ഈ നന്മ പ്രവർത്തനം. ഞങ്ങൾ ചാലക്കുടിക്കാർ നല്ല ചങ്ങാതിമാർ തന്നെ. നന്ദി, നമസ്കാരം.